എടുത്തിട്ടാണ് ഇവിടെ വന്നത്. അപ്പം അതേസമയം പുറത്ത് പറയുക ആരുമില്ല എന്ന് പറയാം. ഒഴിഞ്ഞ മുറിയാണെങ്കിൽ, ഒഴിഞ്ഞ ഒരു സ്ഥലമാണെങ്കിൽ ആളെങ്ങനെ വന്നു? ഞാനിപ്പോൾ ഒരു കുട്ടിയെ കണ്ടു, കുട്ടിയെ അടുത്ത് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഭീതി ഉണ്ടാക്കുന്ന ഒന്നാണ്. കേരളത്തിൽ ആരോഗ്യമേഖല വൻ പരാജയമാണ്. പാരസെറ്റാമോൾ കഴിച്ച് പനി മാറിയാൽ ക്രെഡിറ്റ് ആരോഗ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും, വീഴ്ച സിസ്റ്റത്തിന്റെയും. ഇതാണ് ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ. ഇതുവരെ മരുന്നില്ല, ഉപകരണങ്ങളില്ല എന്ന പ്രശ്നങ്ങൾക്ക് ശേഷം അഡ്മിറ്റ് ആവുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെയും കൊല്ലുന്നിടത്ത് എത്തിയിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി. അതുപോലെ സർക്കാർ മെഡിക്കൽ കോളേജും. കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 11, 14, 10 വാർഡുകൾ പ്രവർത്തിച്ച കെട്ടിടം ഇടിഞ്ഞു വീണ അപകടത്തിൽ മന്ത്രിമാരും കൊലയാളികളാണ്. നമ്മുടെ വീണ ജോർജും VN വാസവനും സംഭവത്തിന് പിന്നാലെ പറഞ്ഞത് വലിയ ഒരു തെറ്റാണ്. ഈ ഒരു ഉറപ്പിച്ചു പറയലിന് മുന്നിൽ തകർത്തത് ഒരു ജീവനാണ്. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു. നമ്മൾ അടച്ചിട്ടിരുന്ന താഴത്തെ ടോയ്ലറ്റിന്റെ ഭാഗമാണ് അവിടെ ഇപ്പോൾ ഇടിഞ്ഞു വീണതായിട്ട് കാണുന്നത്. നമ്മൾ ഈ ബ്ലോക്കിന്റെ ഒരു അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കിഫ്ബിയിലൂടെ പണം അനുവദിച്ച് പുതിയ ബ്ലോക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടേക്കുള്ള ഷിഫ്റ്റിംഗ് പ്ലാൻ ചെയ്തിരുന്നു. കഴിഞ്ഞ 3 ആഴ്ച മുൻപ് ഞാനും വാസ്തു മിനിസ്റ്ററും കൂടി ഇവിടെ ഒരു യോഗം എടുത്തിരുന്നു. അപ്പോൾ നമ്മളിത് ഷിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ 2 പേർക്ക് പരിക്കുണ്ടെന്നാണ്. സാരമായ പരിക്ക്, വളരെ സാരമായ പരിക്കില്ല എന്നുള്ളത് കാണുന്നു. പക്ഷേ എന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ. ഇത് ക്ലോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ ജയകുമാർ ഡോക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ച് കിഫ്ബിയിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ ഫൈനൽ മീറ്റിംഗ് നമ്മളൊരു 1 മാസം മുൻപ് എടുത്തിട്ടുള്ളതുമാണ്. 2 ആഴ്ച മുൻപ് എടുത്തതാണ്. അപ്പൊ എന്താണെന്നുള്ളത് നോക്കട്ടെ, അത് കഴിഞ്ഞ് ബാക്കി എന്താണെന്ന് നോക്കിയിട്ട് പറയാം. കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിയ കിടന്ന ബിന്ദുവിനെ പുറത്തെടുത്തത് അപകടം നടന്ന് 2 മണിക്കൂറിന് ശേഷമാണ്. ആശുപത്രി കെട്ടിടത്തിൽ കുളിക്കാൻ പോയതായിരുന്നു ഇവർ. രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനം വൈകിയെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. അമ്മയെ കാണാനില്ലെന്ന് മകളുടെ പരാതിക്ക് ശേഷമാണ് തിരച്ചിൽ ആരംഭിച്ചത്. 14-ാം വാർഡിന്റെ അടച്ചിട്ട ബാത്റൂം ഭാഗമാണ് ഇടിഞ്ഞു വീണതെന്നും അത് ഉപയോഗിക്കാതിരിക്കുന്ന ഭാഗമാണെന്നും ആശുപത്രി അധികൃതർ പറയുന്നത്. അവിടെ നിന്നാണ് 2 പേർക്ക് പരിക്കേറ്റതും ബിന്ദു മരിക്കുന്നതും. സംഭവ സ്ഥലത്ത് ചാണ്ടിയുമ്മൻ എത്തുകയും സാഹചര്യം വിലയിരുത്തുകയും ചെയ്തിരുന്നു. നിലവിൽ മെഡിക്കൽ കോളേജിലെ ആ കെട്ടിടത്തിലെ കൂട്ടിരിപ്പുകാരെല്ലാം ഉപയോഗിച്ച് ശുചിമുറികളായിരുന്നു ഇത്. അത് ഇതിനോടകം പുറത്തു വന്നു. കൂടാതെ ശുചിമുറികളുടെ മുകൾ ഭാഗം അടക്കം വീഴാനായ അവസ്ഥയിലായിരുന്നു. ഇപ്പോഴറിയുന്നത് ലക്ഷദ്വീപിൽ നിന്ന് വരെ വന്ന് സർജറിക്ക് കാത്തിരിക്കുന്നവർ ഉൾപ്പെടെ ആശുപത്രിയിലുണ്ട്. ഇപ്പോൾ നിർബന്ധിത ഡിസ്ചാർജിലേക്ക് തള്ളിവിടുന്ന ഒരു ഭരണകൂടമാണ്. അതായത് ഇനി ചികിത്സ വേണമെങ്കിൽ പുറത്തു വേറെ ആശുപത്രികളിൽ പോകണം. ഇന്നലെ സർജറി കഴിഞ്ഞ് വാർഡിലേക്ക് വന്നവർ വരെ ഇതിൽ ഉൾപ്പെടും. ആരോഗ്യമേഖല സമ്പൂർണ്ണ വീഴ്ചയിലാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഈ അപകടം. അതോടൊപ്പം മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണവും. തന്നിൽ സുരക്ഷിതമായി ഏൽപ്പിച്ച ആരോഗ്യ വകുപ്പ് പോലും ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയതിന് പിന്നിൽ നട്ടെല്ലില്ലാത്ത ഒരു ഭരണകൂടമുണ്ട്, ഇങ്ങനെ ഒരു മന്ത്രിയുമുണ്ട്. വളരെ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇവിടെ ഈ ആളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയോട് സംസാരിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു അമ്മ ബാത്റൂമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് പോയത്, പിന്നെ ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പം അത് കൺഫർമേഷൻ വരുവാണെങ്കിൽ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന, നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയിൽ വലിയ ഒരു ചലനം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇനി ഒരാൾക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ, അത് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. കാരണം ഇവിടെ സ്വന്തം കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി വന്നൊരമ്മ ഇങ്ങനൊരു സാഹചര്യത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്നിട്ട് അതിന് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സെർച്ച് നടക്കുന്നത് തന്നെ. ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അതാണോ ഇനി വൈകിപ്പിച്ചെന്നറിയില്ല. എന്തായാലും 2 മണിക്കൂർ കഴിഞ്ഞാണ് തുടങ്ങിയത്. അങ്ങനെ ഇനി സംഭവിക്കാതിരിക്കട്ടെ. ഗവൺമെൻറ്റിന് പ്രത്യേകമായ താല്പര്യം ഉണ്ടാവണം. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എത്ര സമയം എടുത്തിട്ടാണ് ഈ വണ്ടികൾക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റിയത്. അപ്പം അങ്ങനെ നമുക്കറിയാം ബിൽഡിംഗ് വയലേഷൻ ഉണ്ടോ എന്ന് വരെ അന്വേഷിക്കണം. കാരണം ഒരു വണ്ടി പെട്ടെന്ന് കയറി വരാൻ ഇതേപോലത്തെ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വണ്ടികൾ കയറി വരാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അടിയന്തരമായ ഒരു പുനർചിന്തനം സർക്കാർ നടത്തണം. ഇവിടുത്തെ HDC ഇതുവരെ കൂടിയിട്ടില്ല. 2 വർഷമായിട്ടെന്നാണ് അല്ലേ, 2.5 കൊല്ലമായിട്ട് HDC കൂടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. എക്സിക്യൂട്ടീവ് മാത്രം കൂടുന്നു, അതേസമയം HDC മൊത്തത്തിൽ കൂടുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ മാറ്റി അടിയന്തരമായി HDC വിളിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുവാണ്. സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടുന്നു. ഈ മെഡിക്കൽ കോളേജിൻ്റെ HDC അടിയന്തരമായി കൂടി ഇതിൻ്റെ വ്യവസ്ഥകൾ, സാഹചര്യങ്ങൾ, മെഡിക്കൽ കോളേജിൻ്റെ എല്ലാ സംവിധാനങ്ങളും പരിശോധിക്കുവാൻ നിലപാടുണ്ടാകണം, തയ്യാറാവണം.